അപ്പം എല്ലാവർക്കും ഈ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വാല് കുറഞ്ഞതിൻ്റെ തണുപ്പാണ്, തണുത്തിട്ടുണ്ടല്ലോ. ഓ വയ്യ, തണുപ്പടിച്ചിട്ട് ഞാൻ ആലോചിക്കണ ഒരു മങ്കി ക്യാപ്പും ഒരു സ്വെറ്റർ ഇട്ട് നടന്നാലാന്നാണ്. അത്രയും തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. രാവിലെ തന്നെ ഒന്ന് ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് വന്ന് നോക്കിയാണ്. ഇന്നലെ ഞാൻ കിടക്കണതിന് മുമ്പ് ഒരാൾ സ്റ്റാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. സ്റ്റാർ എന്തായെന്നൊന്നും കാണുന്നതിന് മുമ്പ് ഞാൻ കിടന്നുറങ്ങി. അപ്പം പപ്പാഞ്ഞിക്ക് വരുമ്പോൾ എണീക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ പപ്പാഞ്ഞൊന്നും വന്നില്ലടോ. എന്നാലും അത് ഞാൻ അപ്പം വരുമ്പോൾ എണീക്കുമ്പോൾ എന്തായാലും കാണൂലെന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന്. പക്ഷേ ഇവിടെ ഒരു പപ്പാഞ്ഞിനെയും കണ്ടില്ല, പപ്പാഞ്ഞൊന്നും വന്നില്ല. അതിനൊരു വിഷമമുണ്ട്. എന്നാലും അപ്പം രാവിലെ എണീറ്റപ്പോൾ അതേ സ്റ്റാറിനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഏറ്റവും കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയ സ്റ്റാർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ബോധോദയം ഉണ്ടാവും. മടിയനാണ്, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണ കാരണം കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, എനിക്കിഷ്ടമായി. ലൈറ്റും കൂടി ഇട്ടെന്ന് വെച്ചെങ്കിൽ അടിപൊളിയായിരുന്നു. ലൈറ്റ് ഇട്ടില്ലായിരുന്നു, വെറുതെ തൂക്കിയിട്ടിട്ടുള്ള ആൾ. അപ്പം അതേ ലൈറ്റൊക്കെ ഒന്നും ഇവിടെ ഓഫായിട്ടില്ല. അതേ നമ്മുടെ ട്രീ, ഇതാണ് ഞങ്ങളുടെ എപ്പോഴത്തെ ട്രീ. അമ്പലമുല്ലയാണെന്ന് തോന്നുന്നത്, അരുവിൻ്റെ ഫേവറേറ്റ് ചെടിയാണ്. അതിലാണ് എപ്പോഴും ട്രീ എൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യണത്. അപ്പം അതേ രാവിലത്തെ പണിയിലോട്ട് കിടക്കാൻ പോണെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ബ്രെഡും ബീഫ് സ്റ്റൂ ആണ്. അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെ ക്രിസ്മസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം? എന്തായി രാവിലത്തെ വിശേഷങ്ങൾ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. റൊട്ടിയും ബീഫ് സ്റ്റൂവും പിന്നെ കുറച്ച് കേക്കും ചപ്പാത്തി ദേവൂട്ടിക്കാണ്. ദേവൂട്ടി ഇതൊന്നും കഴിക്കത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി താഴെ ഇരുന്നാണ് എപ്പോഴും ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ വീട്ടിലോട്ടും അമ്മ ഇളയ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കണേണ്. അപ്പം അവർ കൊണ്ടുവന്നാക്കിയിട്ട് വന്നിട്ട് ഞങ്ങൾ എടുക്കും. അപ്പം അതേ അമ്മച്ചിയും മോനും കൂടിയുള്ള തല്ലുപിടുത്തോളം രണ്ടും കൂടി വെറുതെ അങ്ങാടും ഇങ്ങാടും ഒക്കെ പറഞ്ഞിരുന്നാണ്ട് തമാശക്ക് തല്ലുപിടിക്കണേണ്. അപ്പം അതേ അരുതേ അമ്മനെ കൊണ്ടുവന്നാക്കാൻ പോയപ്പോൾ ഞങ്ങളിതേ അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ അവളെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞൊരു ചെറിയ നെല്ലോടി ഉണ്ടായിരുന്നു. അതായത് അത് കഴിഞ്ഞ് ഞങ്ങളും പോകുന്നു വീട്ടിലോട്ട്. ഇതാണപ്പം ഞങ്ങളുടെ എൻ്റെ വീട്. വീട് എത്താറായി. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയെ അച്ഛയൊക്കെ എപ്പോഴും വാലുണ്ടാകാനും വീഡിയോ എടുത്തുകൊണ്ടാണ് നിന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, സ്നേഹമില്ലാത്ത മമ്മി വന്നില്ല. ഞങ്ങളുടെ ഇത്രയും വലിയ സൗണ്ടുള്ള വണ്ടി വന്നിട്ട് വന്നില്ല. അതെ അച്ഛൻ വന്ന് വാദിക്കൽ എന്താണ് നിന്നോണ്ടിരിപ്പുണ്ടായിരുന്നു. അകത്ത് നിന്ന് അമ്മനെ നോക്കിയപ്പോഴാണ് മാമ വാദിക്കാൻ വരാണ്ട് ഇവിടെ മാങ്ങാനിഞ്ഞോണ്ടിരിക്കണൊക്കെ. ഇത് അപ്പം വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ്, പക്ഷെ ഭയങ്കര ചെറുതായിപ്പോയി. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കൃത്യമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. വീടെത്തിയാൽ പിന്നെ എല്ലാവരെയും വിട്ട് അവിടെ സിറ്റിയിലങ്ങനെ കിടക്കുക, വെറുതെ ടി വി കാണുക. ദേ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് എണീറ്റ് വന്ന്. അത് ഇനി ഇതേ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. അപ്പം ഈ ചിക്കൻ ബിരിയാണിയാണ്. കുഴപ്പമില്ല, എനിക്ക് രുചിയൊന്നും വരാത്ത കാരണം എന്താണെന്നൊരു പിടുത്തവും ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, രുചിയും മണമൊന്നും ഇപ്പോഴും മര്യാദക്ക് വന്നിട്ടില്ല. മണം ഇപ്പോൾ വന്നിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ രുചി ഇപ്പോഴും ശരിയായിട്ടില്ല. എന്നാലും നമുക്ക് ഉറക്കരുതല്ലോ. ഫുഡൊക്കെ എടുത്തിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കണേണ്. അതേ നമുക്കിന്ന് ബിരിയാണിയാണ്. അപ്പം ബിരിയാണി കഴിക്കാൻ പോണേണ്. ഇവിടെ വന്ന എന്താണെന്നാണ്, ഇവിടെ എനിക്ക് പിള്ളേരുമില്ല കിട്ടിയനുമില്ല. ഞാനിവിടെ മോളാണെന്ന് എനിക്ക് വിശന്നാൽ ഞാൻ ചോറ് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരാളിതേ കുളി കഴിഞ്ഞ് ഓടി വന്ന് ഒരു ഗ്ലാസ് വൈൻ പിടിച്ചോണ്ട് നിൽക്കണതാണ്. അതിൻ്റെ ഇടയിൽ അപ്പം എന്താണ്ട് അതിനകത്ത് കലക്കി എന്നുള്ള എക്സ്പ്രഷനാണത്. അപ്പുക്കൂട്ടിന് വൈൻ വേണമെന്നുണ്ട്, അത് കുറച്ച് കുടിച്ച് അവൻ പറയണ അടിപൊളിയാണെന്നാണ്. അവനെല്ലാം അടിപൊളിയായതാണ്, പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കണേണ്. ചേച്ചിയൊക്കെ വരാനുണ്ട്, അവരൊന്നും വന്നിട്ടില്ല. അവർ വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ ഇടാം. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.